മാത്സ് ടീച്ചറിലേക്ക് സ്വാഗതം. പ്രിയ കുട്ടികളെ, 8ാം ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതിന്റെ തുടർച്ച തന്നെയാണ് നമുക്ക് ഇന്ന് കാണാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് 8 മുതലുള്ള 4ന്റെ ഗുണിതങ്ങളെയെല്ലാം 2 പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി എഴുതാം നമ്മൾ കണ്ടു. ഉദാഹരണമായിട്ട് 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 8 = 4 × 2 × 1 എഴുതാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സർവ്വസമവാക്യം ഉണ്ടായിരുന്നു. 4xy എന്ന് പറയുന്നത് x + y² - x - y² നമ്മൾ കണ്ടതാണ്. ഇതിനെങ്ങനെയായിരുന്നു 2 വ്യത്യസ്ത സംഖ്യകളുടെ വർഗവ്യത്യാസമായിട്ട് നമ്മൾ എഴുതുന്നത്? ഇവിടെ നമ്മൾ കിട്ടും 4xy = ഇങ്ങനെയാ പറഞ്ഞത്. അപ്പൊ എക്സിന്റെ വൈയുടെ സ്ഥാനത്ത് ഇവിടെ 2 ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ ഏതോടേക്കും വരിക? 2 + 1 ആണ് ഇവിടെ വരിക. ഇപ്പൊ എന്ത് വരും? 2 1 3² വരും. 2 + 1² - 2 - 1². ശരിയല്ലേ? എന്താ വരിക? 2 3ന്റെ സ്ക്വയർ 9, 1ന്റെ സ്ക്വയർ 1 കുറച്ചാൽ 8 കഴിക്കാം. 8 നമുക്ക് അങ്ങനെ എഴുതാം അല്ലേ? ഇതുപോലെ നമ്മൾ 16 ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. 16 20 ഒക്കെ ചെയ്തതാണ്. ഇന്ന് ഇതിന് സമാനമായ മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ചില എണ്ണൽ സംഖ്യകളെ 2 പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി 2 തരത്തിൽ എഴുതാം. ഉദാഹരണമായിട്ട് 24. ചോദ്യം ശ്രദ്ധിക്കണേ. 24നെ = 7² - 5² സമം 5² - 1². തൊട്ട് മുന്നേയുള്ള കണക്കിൽ 8 ഒക്കെ നമ്മൾ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത് ഒരു രീതിയിലാണ് എഴുതുന്നത്. ഇവിടെ 2 വ്യത്യസ്തമായ രീതിയിൽ എഴുതാം. അതുപോലെ 32നെ 9² - 7² സമം 6² - 2². 40നെ 11² - 9² = 7² - 3². ഈ രീതിയിലൊക്കെ എഴുതാൻ നമ്മൾ കണ്ടു. ഇനി 24 മുതലുള്ള 8ന്റെ ഗുണിതങ്ങളെല്ലാം ഇങ്ങനെ 2 തരത്തിൽ എഴുതാം എന്നുള്ളതാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. 24 മുതലുള്ള 2 രീതിയിൽ എഴുതാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട കാര്യം തന്നെയാണ്. എന്തായിരുന്നു നമ്മൾ കണ്ടിരുന്നത്? 4xy = x + y² - x - y². ഇതായിരുന്നല്ലോ നമ്മൾ കണ്ടത്. അപ്പൊ 24 മുതലുള്ള നമ്പറൊക്കെ നമ്മൾ എങ്ങനെ എഴുതി? ഇതെങ്ങനെ എഴുതിയെന്നുള്ള നമ്മൾ ചോദിക്കേ. ഇവിടെ എന്തായിരിക്കും? 24 നമുക്ക് 4ന്റെ ഗുണിതാക്കി എങ്ങനെ എഴുതാം? 24 എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? 2 രീതിയിൽ എഴുതാമോ? 4 × 6 × 1. ശരിയല്ലേ? 4 × 6 × 1 4 6 24. പിന്നെ ഏതാ മറ്റൊരു രീതിയിൽ എഴുതാൻ പറ്റുക? 24 മറ്റൊരു രീതിയിൽ എങ്ങനെ എഴുതാം? 4 × എന്നുള്ള രീതിയിൽ എഴുതുന്ന രീതിയിൽ 4 × 3 × 2. ശരിയല്ലേ? 4 3 12 2 24. ഈ 2 രീതിയിൽ എഴുതാനോ? അപ്പൊ ഇവിടെയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എക്സിന്റെയും വൈന്റെയും സ്ഥാനത്ത് എക്സിന്റെ സ്ഥാനത്ത് 6, വൈന്റെ സ്ഥാനത്ത് 1. അങ്ങനെ ആകുമ്പോ ഇവിടെ ഇതിന് പകരം നമുക്ക് എങ്ങനെ ഈ കൺസെപ്റ്റ് എഴുതാം. ശരിയല്ലേ? 6 1 7 7² - 6 1 കുറച്ചാൽ 5² രണ്ടാമത് എഴുതിയിരിക്കുന്നത് ഇത് നോക്കൂ. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ 3, വൈയുടെ സ്ഥാനത്ത് 2. അപ്പം x + y എന്ന് പറയുമ്പോൾ 3 2 കൂട്ടി 5² - 3 2 കുറച്ചത് എത്ര? 1². ഇങ്ങനെ എഴുതാം. ഇതുപോലെ 32 എഴുതിയ നോക്കൂ. 32 എങ്ങനെ എഴുതിയിട്ടുണ്ടാവുക? 32 നമുക്കറിയാം 4 8 ആണ്. 32 4 × 8 × 1 എന്ന് എഴുതാം. അല്ലാതെയോ എങ്ങനെ എഴുതാം? 4 എങ്ങനെയാ? 4 × 2 4 × 4 × 2. അപ്പൊ ഇത് എഴുതിയ എങ്ങനെയാണ്? എക്സിന്റെ സ്ഥാനത്ത് 8ഉം വൈയുടെ സ്ഥാനത്ത് 1ഉം. അപ്പൊ x + y എന്ന് പറയുമ്പോൾ 8 1 9² - 8 1 കുറച്ചാൽ 7 7². രണ്ടാമത് എഴുതിയിരിക്കുന്നത് ഇതാണ് അല്ലെ? ഏതാണ്? എക്സിന്റെ സ്ഥാനത്ത് 4ഉം വൈയുടെ സ്ഥാനത്ത് 2ഉം. അപ്പൊ x + y എന്ന് വരുമ്പോ എന്താ വരിക?
4 2 കൂട്ടിയത് 6 സ്ക്വയർ മൈനസ് 4 2 കുറച്ചതിന്റെ വർഗം 2 സ്ക്വയർ. ഇതുപോലെ നമുക്ക് 40നെ കുറിച്ച് ചിന്തിക്കാം. ഇതൊക്കെ 24 തുടങ്ങി 8ന്റെ ഗുണിതങ്ങളാണ് അല്ലെ. 24 4 8 32 5 8 40 24 തുടങ്ങിയിട്ടുള്ള 8ന്റെ ഗുണിതങ്ങളാണ്. 40ന് ഇതേപോലെ ചിന്തിച്ചു നോക്കി. എങ്ങനെ എഴുതാം? 4 ഇൻറ്റു എത്രയാണ്? 10 ഇൻറ്റു 1 ശരിയല്ലേ? 4 ഇൻറ്റു 10 ഇൻറ്റു 1 40 നമുക്ക് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ 40 എങ്ങനെ എഴുതാം? 4 ഇൻറ്റു പറയുന്നിട്ട് 4 ഇൻറ്റു എത്ര? 5 ഇൻറ്റു 2 ശരിയല്ലേ? അപ്പൊ ഇതെല്ലാം 10ആണ്. സോറി 40ആണ്. ഇതാണ് ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 10ഉം വൈയുടെ സ്ഥാനത്ത് 1 ആണ് അല്ലെ. അപ്പൊ എങ്ങനെ എന്താ വരിക? ഇത് എഴുതുന്ന സമയത്ത് ആദ്യം എഴുതിയ 10 പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 10 മൈനസ് 1 ഹോൾ സ്ക്വയർ എന്നാണ്. അതാണ് എന്ത് കിട്ടിയേ? 11 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ കിട്ടി. ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എക്സിന്റെ സ്ഥാനത്ത് 5ഉം വൈയുടെ സ്ഥാനത്ത് 2ഉം ആണ്. അപ്പൊ അവിടെ എന്തായി? 5 പ്ലസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 5 മൈനസ് 2 ഹോൾ സ്ക്വയർ എന്നായി. അപ്പൊ എത്രയായി? 7 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. വ്യത്യസ്ത രീതി മനസ്സിലായോ? അപ്പൊ ഇതിൽ നമ്മൾ എത്തിച്ചേരുന്ന ഒരു കാര്യം എന്താ? പൊതുവെ ഈ 24 തുടങ്ങി 8ന്റെ ഗുണിതങ്ങളായി വരുന്ന നമ്പർ എല്ലാം ഇങ്ങനെ 2 വ്യത്യസ്ത രീതിയിൽ വർഗ വ്യത്യാസമായിട്ട് നമുക്ക് എഴുതാം. 2 സംഖ്യകളുടെ വർഗത്തിന്റെ വ്യത്യാസമാക്കി എഴുതാം. ഇപ്പൊ ഉദാഹരണമായിട്ട് അടുത്ത ശ്രദ്ധിച്ച് ഒറ്റ കൂടി നമുക്ക് പറഞ്ഞു നിർത്താം. എത്ര കിട്ടി? 4 8 32 5 8 40. അടുത്തതാ 6 8 48 അല്ലെ. 48 ഇതുപോലെ എങ്ങനെ എഴുതാം? 48 എന്നുള്ളതിനാ 4 ഇൻറ്റു എത്രയാണ്? 4 ഇൻറ്റു 12 ശരിയല്ലേ? 12 ഇൻറ്റു 1 12 4 48. 4 ഇൻറ്റു 12 ഇൻറ്റു 1. പിന്നെ ഏതാ എഴുതാൻ പറ്റുന്നത്? യെസ് 4 ഇൻറ്റു 4 ഇൻറ്റു 3 4 3 12 4 48. 48 ഇങ്ങനെ 2 വ്യത്യസ്ത രീതിയിലേക്ക് കൂടെ. ഇവിടെ ആവുമ്പോ നമ്മൾ എങ്ങനെ എഴുതുക? എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ 12 വൈയുടെ സ്ഥാനത്ത് 1. അപ്പൊ എന്തായിരിക്കും വരിക? എക്സ് പ്ലസ് വൈ എന്ന് വരുമ്പോ 13 സ്ക്വയർ മൈനസ് 12 1 കുറച്ചാൽ 11 സ്ക്വയർ എന്ന് വരും. 13 സ്ക്വയർ മൈനസ് 11 സ്ക്വയർ. അടുത്ത ഇവിടെ എന്താ വരിക? ഇതാണ് എടുക്കുന്നതെങ്കിൽ എക്സും വൈ ആയിട്ട് 4 3 ആണ് എടുക്കുന്നതെങ്കിൽ എന്ത് വരും? ഈക്വൽ ടു 4 പ്ലസ് 3 7 സ്ക്വയർ മൈനസ് പിന്നെ 4 3 കുറച്ചാൽ 1 സ്ക്വയർ. രണ്ടും ഇതിന്റെ കിട്ടുക 48 കിട്ടുക. 49 1 കുറച്ചാലും 169 121 കുറച്ചാലും 48. ക്ലിയർ ആയോ? ഇതുപോലെ തൊട്ടടുത്ത് എഴുതാം 8 8 64. അടുത്ത 64 എഴുതുകയാണെങ്കിൽ 64 എങ്ങനെ എഴുതാം? നമുക്ക് 64 എന്ന് പറഞ്ഞാല് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 16 ഇൻറ്റു 1 ശരിയല്ലേ? 4 ഇൻറ്റു 16 ഇൻറ്റു 1. അടുത്ത എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 4 ഇൻറ്റു 4 ശരിയല്ലേ? അങ്ങനെ ആകുമ്പോ ഇതാണ് എക്സും വൈ ആയിട്ട് എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 16 എക്സും വൈ 1 ആയിട്ട് എടുക്കുന്നതെങ്കിൽ 17 സ്ക്വയർ മൈനസ് 16 1 കൂട്ടിയതിന്റെ വർഗം. അടുത്തത് വരിക 16 3 കുറച്ചതിന്റെ വർഗം 15 സ്ക്വയർ എന്ന് കിട്ടും അല്ലെ. അടുത്തതോ 4 ഇൻറ്റു 4 ഇൻറ്റു 4 ആണ്. അപ്പൊ ഇതെന്ത് വരും? 4 4 കൂട്ടിയതിന്റെ വർഗം എത്ര വരിക? 4 4 കൂട്ടിയാല് 8 സ്ക്വയർ മൈനസ് 4 4 കുറച്ചതിന്റെ വർഗം 0 സ്ക്വയർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ഒരു സംഖ്യയുടെ വർഗ വ്യത്യാസമായിട്ട് വർഗം ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ അപ്പൊ അത് സ്വീകാര്യമല്ല അല്ലെ. 64 ഒഴികെയുള്ള സംഖ്യകൾ നമ്മൾ പറയേണ്ടി വരും. ഏതൊട്ട് 24 തുടങ്ങി 8ന്റെ ഗുണിതമായി വരുന്ന സംഖ്യകളിൽ 64 ഒഴികെയുള്ളതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? 2 വ്യത്യസ്ത സംഖ്യകളുടെ വർഗ വ്യത്യാസമായിട്ട് 2 വ്യത്യസ്ത രീതിയിൽ നമുക്ക് എഴുതാൻ കഴിയും. മനസ്സിലായോ? ഈ 64 കേസ് കിട്ടിയില്ലേ? രണ്ടാമത്തെ കേസിൽ നമുക്ക് 8 സ്ക്വയർ മൈനസ് 0 സ്ക്വയർ എന്നാണ്. 0 നമ്മളൊരു സംഖ്യ ഇല്ലാത്തതാണല്ലോ നമ്മൾ 0 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ചിന്തിച്ചാൽ അപ്പൊ ഇതൊഴികെ ബാക്കി എല്ലാത്തിനും നമുക്ക് ഇങ്ങനെ എഴുതാന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇനി അതിന്റെ അടുത്ത സബ് ക്വസ്റ്റ്യൻ നോക്കൂ. 48 മുതലുള്ള 16ന്റെ ഗുണിതങ്ങളെ എത്ര തരത്തിൽ പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി എഴുതാം? 48 മുതലുള്ള 16ന്റെ ഗുണിതങ്ങളാണ് വരിക. ഏതല്ല 16ന്റെ ഗുണിതങ്ങൾ? 48 3 16 48 അല്ലെ. ഇതേതാണ് 3 16 48. അടുത്ത ഏതാണ്? 4 16 64
അടുത്ത 5 16 80, 16 5 80, 6 16 96 അല്ലേ? ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകും. നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം. എല്ലാം ഈ പറഞ്ഞതാണ്. നമ്മൾ എന്തായിരുന്നു വഴി? 4xy ഈക്വൽ ടു x പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. ഇത് ആയിട്ട് ബന്ധിപ്പിച്ചാണ് നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഒന്നിങ്ങോട്ട് എഴുതി കഴിഞ്ഞാല് നമുക്ക് കിട്ടിയ 48 64 80 96. നമുക്ക് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടാം. 48 നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു എന്നുള്ള രീതിയിൽ 4 ഇൻറ്റു വ്യത്യസ്ത രീതിയിൽ എഴുതാലോ. എത്ര കിട്ടുക? 12 ഇൻറ്റു 1. ഒരു കേസ് അതാണ് 48. ഇതൊക്കെ 48ന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ എങ്ങനെ എഴുതാം 48-നെ? 4 ഇൻറ്റു 3 ശരിയല്ലേ? 4 12 48. 12-നെ ഞാൻ ഘടകങ്ങളാക്കാം. പിന്നെ എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 6 ഇൻറ്റു 2 ശരിയല്ലേ? 6 2 12 4. ഇപ്പൊ 3 വ്യത്യസ്ത രീതിയിലായി. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ 48-നെ വർഗവ്യത്യാസമായി നമുക്ക് ഏതെല്ലാം രീതിയിൽ എഴുതാം? ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 12ഉം 1ഉം, വൈന്റെ സ്ഥാനത്ത് 1. ഇവിടെ എക്സിന്റെ വൈന്റെ സ്ഥാനത്ത് എക്സിന്റെ സ്ഥാനത്ത് 4ഉം വൈയുടെ സ്ഥാനത്ത് 3ഉം, ഇവിടെ 6ഉം 2ഉം. അങ്ങനെയാണ് എത്ര വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും? യെസ്, 3 വ്യത്യസ്തമായ രീതി. ഏതെല്ലാം അവിടെ പറയോ? ഇതെന്താ വരിക? 12 1 13 സ്ക്വയർ മൈനസ് 12 1 കുറച്ചാല് 11 സ്ക്വയർ 48. നേരത്തെ നമ്മൾ കണ്ടതാണ്. ഇതോ എങ്ങനെ എഴുതാം? ഇതും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വേണ്ട, ഇതെങ്ങനെ എഴുതാം? യെസ്, 4 3 7 സ്ക്വയർ മൈനസ് 4 3 വെച്ചാൽ 1 സ്ക്വയർ. പിന്നെ എങ്ങനെ എഴുതാം? ഇവിടെ 6 2 8 സ്ക്വയർ മൈനസ് ഇനിയോ 6 2 വെച്ചാൽ 4 സ്ക്വയർ. ശരിയല്ലേ? 3 വ്യത്യസ്ത രീതിയിൽ എഴുതി അല്ലേ? 64 ഇതുപോലെ എഴുതിയാലോ? 64 എഴുതിയാൽ 64 നമുക്ക് 3 വ്യത്യസ്ത രീതിയിൽ എങ്ങനെ എഴുതാം? 4 ഇൻറ്റു എന്ന് പറഞ്ഞതാണ്. 4 XY എന്ന് പറയുന്ന എഴുതാൻ പറ്റുന്ന നമ്പർ ആവേണ്ടേ? 4 ഇൻറ്റു എങ്ങനെ എഴുതാം? 16 നമുക്ക് 32 അല്ലെങ്കിൽ 4 ഇൻറ്റു 16 ഇൻറ്റു 1 അല്ലേ? 16 4 64. 16 ഇൻറ്റു 1 എഴുതാം. അടുത്തത് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 8 ഇൻറ്റു 2 ശരിയല്ലേ? അടുത്തതോ 4 ഇൻറ്റു 4 ഇൻറ്റു 4 4 16 4 ഇങ്ങനെ 3 വ്യത്യസ്ത രീതിയിൽ എഴുതാം. ഇവിടെ തന്നെ നമ്മൾ ഓരോന്നായിട്ട് നോക്കിയാൽ ആദ്യത്തെ ആൻസർ എന്ത് വരും? ഇവിടെ 17 സ്ക്വയർ എക്സിന്റെ സ്ഥാനത്ത് 16 വൈയുടെ സ്ഥാനത്ത് 1. 17 സ്ക്വയർ മൈനസ് എത്ര കിട്ടുക? 15 സ്ക്വയർ ശരിയല്ലേ? അടുത്തത് കിട്ടും 8 2 10 10 സ്ക്വയർ മൈനസ് 8 2 കുറച്ചാല് 6 സ്ക്വയർ. 100 36 കുറച്ചാല് 64 അല്ലേ? ശരിയാണ്. അടുത്ത എന്താ കിട്ടുക? 4 4 8 സ്ക്വയർ മൈനസ് 0 സ്ക്വയർ. ഇവിടെ നമ്മൾ കണ്ടത് ഇതൊരു സ്വീകാര്യമായ സംഗതി അല്ല. അപ്പൊ ഈ 64-നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റൂ? 2 വ്യത്യസ്തമായ രീതിയിലാണ് പറ്റുക, വർഗ വ്യത്യാസമാക്കി എഴുതാൻ പറ്റുക. ബാക്കിയുള്ള എല്ലാ നമ്പറും നമ്മൾ കുറച്ചുകൂടി നോക്കുക. 80 നോക്കുക. 80-ന് എന്താ കിട്ടുക? 80-നെ യെസ് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു ആദ്യം 20 ഇൻറ്റു 1 ശരിയല്ലേ? 4 ഇൻറ്റു 20 ഇൻറ്റു 1. 80 നമുക്ക് 4 ഇൻറ്റു 20 ഇൻറ്റു 1 എഴുതാം. അടുത്തൊരു വഴി പറയൂ. 4 ഇൻറ്റു 10 ഇൻറ്റു 2 ശരിയല്ലേ? 8 20 24 80. പിന്നെ ഇതിനെ 10 വീണ്ടും മാറ്റാൻ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 5 ഇൻറ്റു 4 ഇങ്ങനെ എഴുതാം അല്ലെ? ഇപ്പൊ എത്ര ആൻസർ കിട്ടിയാലും 3 വ്യത്യസ്ത രീതിയിൽ. വേഗം പറയൂ. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 20ഉം വൈയുടെ സ്ഥാനത്ത് 1ഉം. അപ്പൊ എന്ത് വരും? ആദ്യത്തെ 21 സ്ക്വയർ മൈനസ് 20 കുറച്ചാൽ 19 സ്ക്വയർ അല്ലെ? പിന്നെ ഇതിനെങ്ങനെ എഴുതാം? എക്സിന്റെ സ്ഥാനത്ത് 10ഉം വൈയുടെ സ്ഥാനത്ത് 2ഉം ആണ്. അപ്പൊ 12 സ്ക്വയർ 10ഉം 2ഉം 12 10 2 വെച്ചാൽ 8 സ്ക്വയർ. ഇനി ഇവിടെയോ 5ഉം 4ഉം 9 സ്ക്വയർ മൈനസ് 5 4 വെച്ചാൽ 1 സ്ക്വയർ. ഇതെല്ലാം 9 ആണ്. അടുത്തൊരു സംഖ്യയുടെ നമുക്കൊന്ന് പരിചയപ്പെടാം. 96-ന് ഒരു പ്രത്യേകതയോടെ നമുക്ക് കാണാം. 96
96 ഇതുപോലെ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു എത്രയാണ് 96 എന്ന് കണ്ടുപിടിക്കാം. 96 നമുക്ക് 4 കൊണ്ട് എത്ര കിട്ടുന്നത്? 2, അതുപോലെ 16 4 24 4ആണ് 96. ശരിയല്ലേ? അപ്പൊ 96 നമുക്ക് വേണമെങ്കിൽ 4 ഇൻറ്റു 24 ഇൻറ്റു 1 4 അല്ലേ? ഇനി അടുത്തതോ 96 തന്നെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 12 ഇൻറ്റു 2 കൂടെ എഴുതാം. പിന്നെന്താ എഴുതാൻ പറ്റുന്നത്? 4 ഇൻറ്റു 6 ഇൻറ്റു 4 കൂടെ 6 4 24 24 വ്യത്യസ്ത രീതിയിൽ നമ്മൾ എഴുതാണ്. 6 4 24. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 8 ഇൻറ്റു 3 കൂടെ 3 24. ഇവിടെയൊക്കെ നമ്മൾ 3ആണ് എഴുതിയത്. ഇതിന് എത്ര രീതിയിൽ എഴുതാൻ പറ്റും നമുക്ക്? 96-നെ 4 വ്യത്യസ്തമായ രീതിയിൽ എഴുതാം. അപ്പൊ എന്താണ് വരിക? ഈക്വൽ ടു 25 സ്ക്വയർ മൈനസ് എത്ര? 24 3 കുറച്ചാൽ 23 സ്ക്വയർ മൈനസ്. അല്ലെങ്കിലോ ഇവിടെയാണെങ്കിൽ 12 2 ആണ്. 12 2 കൂട്ടിയാൽ 14. 14 സ്ക്വയർ മൈനസ് 12 2 കുറച്ചാല് 10 സ്ക്വയർ അല്ലേ? അപ്പൊ അടുത്തത് 6 4 10. 10 സ്ക്വയർ മൈനസ് 6 4 കുറച്ചാൽ 2 സ്ക്വയർ. പിന്നെ 8 3 11. 11 സ്ക്വയർ മൈനസ് 8 3 കുറച്ചാല് 5 സ്ക്വയർ. ഇതെല്ലാം 96 കിട്ടാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് 4 കഴിയുന്നുണ്ട്. ഈ 64-ന് 2 പറ്റുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ചുരുങ്ങിയത് എത്ര കഴിയുന്നുണ്ട്? 3 തവണ കഴിയുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? 64 ഒഴികെ ഈ 48-ൽ തുടങ്ങി 16-ന്റെ ഗുണിതമായി വരുന്ന എല്ലാ നമ്പറുകളെയും ചുരുങ്ങിയത് 3 തവണ ചെയ്യാം. ഇപ്പൊ ചിലത് 4 പറ്റുന്നില്ല നമ്മൾ കണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ചുരുങ്ങിയത് 3 തരത്തിലെങ്കിലും എഴുതാം എന്ന് കണ്ടു അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു പ്രവർത്തനത്തിലേക്ക് പോയാലോ? തുകയും വ്യത്യാസവും എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിലേക്ക്. ഇവിടെ നോക്കൂ, കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടതാണ് 203 ഇൻറ്റു 302 എളുപ്പ വഴിയിൽ ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇതെങ്ങനെയാ മാറ്റിയിരുന്നത്? യെസ്, 203 നമുക്ക് 200 പ്ലസ് 3 പൂജ്യം ഉൾപ്പെടുന്ന നമ്പറാക്കി എഴുതിയാൽ ഗുണിക്കാൻ എളുപ്പം. ഇതെങ്ങനെ എഴുതാം? 300 പ്ലസ് 2. ഇത് ചെയ്യാൻ നിങ്ങൾ പഠിച്ചതാണ്. എങ്ങനെയായിരുന്നു ചെയ്യാ? ഇത് ഗുണിക്കും അല്ലെ? ഇതിങ്ങനെ ഗുണിക്കും, ഇതിങ്ങനെ ഗുണിക്കും, ഇത് ഗുണിക്കും, കൂട്ടി എഴുതാൻ വളരെ എളുപ്പം. മനസ്സിൽ തന്നെ ചെയ്യാം. എത്ര കിട്ടാ? 2 3 6 60,000. 4 പൂജ്യം വരും. പിന്നെ അടുത്തതോ 400. 2 200 400. 3 300 എത്ര കിട്ടും? 900 പ്ലസ് 3 2 6 അല്ലെ? എത്ര കിട്ടി? 60,000. 60,900 69,300 6 61,306 നമ്മൾ കണ്ടുപിടിച്ച വേഗം ചെയ്യാൻ പറ്റും. ഇതിന് പകരം ഇങ്ങനെ ഒരു സാധ്യത നമ്മൾ ചിന്തിച്ചു നോക്കൂ. 203 ഇൻറ്റു 198 അല്ലെങ്കിൽ 298. 203 ഇൻറ്റു 298. ഈ ഒരു പ്രശ്നം ചെയ്യുമ്പോഴുള്ള വിഷയം എന്താ? ഇതുപോലെ എഴുതുന്നതിനേക്കാളും നമുക്ക് ഇതിനെ എങ്ങനെ എഴുതുന്നതായിരിക്കും സൗകര്യം? 200 പ്ലസ് 3 നമുക്ക് ആദ്യം എഴുതാം അല്ലെ? ഇതിനെങ്ങനെ എഴുതണം? 300 മൈനസ് 2 എന്ന് എഴുതാനായിരിക്കും സൗകര്യം. ഇത് പക്ഷെ എന്താ, നമുക്ക് ഇതിനുള്ള ഒരു വഴി. ഇതിപ്പോ എങ്ങനെ ചെയ്യാം? ഒരു കാര്യം ചെയ്യാം. ആദ്യം ഇതിനെ 2 തരത്തിൽ നമുക്ക് മാറ്റി. ഞാൻ ഇതിനെ മാത്രം മാറ്റാം. 203 ഇതിനെ മാത്രം മാറ്റുന്നത്. 203 എന്നുള്ളതിനാ 200 പ്ലസ് 3 ഇൻറ്റു 298 എന്ന് എഴുതാനോ അല്ലേ? ഇതിനെങ്ങനെ 2 ആക്കി എഴുതുക? നമ്മൾ പഠിച്ച 2 കൊണ്ട് കൂടിക്കണം അല്ലെ? അപ്പൊ ഈക്വൽ ടു 200 ഇൻറ്റു 298 പ്ലസ് 3 ഇൻറ്റു 298. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇനി ഇവിടെ ഒരു 2 ആയിട്ട് ചെയ്തിട്ട് കൂട്ടാം. ഇത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പൊ ഞാൻ ഈ പാർട്ട് എടുത്തത്, ഈ ഒരു പാർട്ട് 200 ഇൻറ്റു 298 നമുക്ക് എങ്ങനെ എഴുതാം? 200 ഇൻറ്റു
300 മൈനസ് 2 എന്ന് എഴുതാലോ. എത്ര ആൻസർ കിട്ടുക? 200 300 എത്ര കിട്ടും? 60,000. ഇനി 200 2 400 ഇത് കിട്ടി. അതായത് എത്ര കിട്ടിയ? 60,400 കുറച്ചാൽ എത്രയായി? 59,600 നമുക്ക് കിട്ടി. അല്ലെ? അടുത്തത് എന്ത് ചെയ്യണം? നമുക്ക് 3 ഇൻറ്റു 298 എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 298. അങ്ങനെ നമുക്ക് 3 ഇൻറ്റു 300 മൈനസ് 2 എന്താ കിട്ടുക? 3 300 900 മൈനസ് 326. 904 കുറച്ച് എത്ര കിട്ടി? 894. അപ്പൊ ഇത് രണ്ടും കൂട്ടിയതാണ് ആൻസർ. ഏതെല്ലാം? 59,600 പ്ലസ് 894. ഇപ്പൊ എത്ര ആൻസർ കിട്ടുക? 4 9 8 6 14 10 0 6 60,494. നമ്മൾ ഈ സ്പ്ലിറ്റ് ചെയ്ത ഓരോ കാര്യവും നമുക്കൊന്ന് എഴുതി നോക്കുക. ഏതല്ലായിരുന്നു കണ്ടത്? ഇതെല്ലാം കൂടി ഒന്ന് എഴുതി നോക്കുക. ഇതാണ് നമ്മൾ കണ്ടത്. 200 പ്ലസ് 3 ഇൻറ്റു 300 മൈനസ് 2 അല്ലേ? ഞാൻ ഓരോ ഘട്ടമാക്കി എഴുതി ഒന്ന് നോക്കുക. ഒന്ന് ഇതാണ്. എന്താ നമുക്ക് അതിന് കിട്ടിയത്? 600 മൈനസ് 400 അല്ലേ? പിന്നെന്താ നമ്മൾ ചെയ്തത്? കൂട്ടണം. പിന്നെന്താ ചെയ്തത്? അതിന്റെ കൂടെ ഇതാണ് കൂട്ടിയത്. 900 മൈനസ് 6. ഇതാണ് നമുക്ക് 60,494 കിട്ടിയത്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിലേക്ക് രണ്ടൊന്ന് നോക്കിക്കേ. എന്താ നമ്മൾ ചെയ്തത്? 60,000 ആണ്. സോറി, ഇതെത്രയായിരുന്നു? 60,000 മൈനസ് 400 ആണ്. അപ്പൊ ഇവിടെ ഇത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഇത് 60,000 നമുക്ക് ഇത് രണ്ടും കുറിച്ചിട്ടല്ലേ കിട്ടുന്നത്? 200 ഇൻറ്റു 300 ആണ് 60,000 അല്ലേ? 400 എങ്ങനെയാ കിട്ടുന്നത്? ഈ 400 നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? 200നെ 2 കൊണ്ട് കുറിച്ചത്. ഇപ്പൊ 200 ഇൻറ്റു 300 പിന്നെ 200 ഇൻറ്റു മൈനസ് 2 അല്ലെ? ഇത് വ്യത്യസ്ത ചിഹ്ന, ഇത് പ്ലസ് ഇത് മൈനസ്, അപ്പൊ മൈനസ് വന്നു. ഇനി അടുത്ത എന്താ വരുന്നത്? ഈ ഉത്തരം നമുക്ക് എങ്ങനെ കിട്ടിയ നോക്കൂ. ഇത് എങ്ങനെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത്? 3 കൊണ്ട് കുറിച്ചിട്ടല്ലേ? 3 ഇൻറ്റു 300 3 ഇൻറ്റു 300 3 ഇൻറ്റു 300 ആണ് 900 കിട്ടിയത്. മൈനസ് 2 ഇത് പ്ലസ് മൈനസ് മൈനസ് 6. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനിത് ബീജഗണിതത്തിലേക്ക് മാറ്റിയാണെങ്കിൽ ഇത് വേഗം ഈ പറഞ്ഞൂടെ. ഒരു 2 സംഖ്യകൾ അല്ല 4 വ്യത്യസ്ത സംഖ്യകൾ ഏതെല്ലാം ഇരിക്കട്ടെ? എക്സും വൈയും യുവും ബി ആണ്. ഇതില് എല്ലാ അതിസംഖ്യകളാണ്. വൈ യു എന്ന് പറയുന്നത് ബിനേക്കാൾ വലുതാണ്, വലിയതാണ് യു. എക്സ് വൈ യു വി 4 അതിസംഖ്യകൾ. അതിന് യു വിയേക്കാളും വലുതാണ്. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ ആദ്യത്തെ തുകയാണ്, അടുത്തത് വ്യത്യാസമാണ് യു മൈനസ് വി. ഇതെങ്ങനെ വരുന്ന നമ്മൾ കണ്ടത്? ഇവിടുന്ന് തന്നെ എഴുതാലോ. എക്സ് യു എന്താ വരിക? എക്സ് യു മൈനസ് എക്സ് വി എന്ന് വരും. പറയാൻ മനസ്സിലായോ? ഇത് പ്ലസ് ഇത് മൈനസ് 1. അടുത്ത എന്താ വരിക? പ്ലസ് വൈ യു പ്ലസ് വൈ യു എന്നാ വരിക. അടുത്ത ചിഹ്നം നോക്കൂ. പ്ലസും മൈനസും മൈനസ് മൈനസ് വൈ യു എന്ന് എഴുതാം. എന്താ നമ്മൾ മനസ്സിലാക്കിയത്? എക്സ് വൈ യു വി എന്ന 4 അതിസംഖ്യകള്. അതിൽ തന്നെ യു വിനേക്കാൾ വലിയതാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു യു മൈനസ് വി എന്ന് പറഞ്ഞാല് എക്സ് യു മൈനസ് എക്സ് വി പ്ലസ് വൈ യു മൈനസ് വൈ വി അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കണക്കുകളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കാം. താങ്ക് യു.